കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. സർ, ഇതേതാ സ്ഥലം? എല്ലാം പറയാം. എങ്ങനെയുണ്ട് സർ? ഇനിയെങ്കിലും പറയേ, ഇത് ആരുടെ വീടാ? ഇത് ആരുടെയും വീടല്ല. ഇതാണ് ഞാനിപ്പോ പുതുതായിട്ട് വാങ്ങിയ ഗസ്റ്റ് ഹൗസ്. ഇനിയുള്ള കുറച്ചു ദിവസം നമ്മൾ രണ്ടാളും താമസിക്കാൻ പോകുന്നത് ഇവിടെയാ. നമ്മള് രണ്ടാളെന്ന് പറഞ്ഞ? നമ്മൾ രണ്ടാളും എന്ന് പറഞ്ഞാൽ നീയും ഞാനും. ജോലിക്കാരോ സെക്യൂരിറ്റിയോ ഒരാൾ പോലും ഇല്ല നമ്മളെ ശല്യം ചെയ്യാൻ. ഇവിടെ നിന്ന് ഞാൻ എങ്ങനെ രാഗസുതെ അന്വേഷിക്കും? അതെ, ഇനി കൂടുതൽ ആലോചനയുടെ ആവശ്യമൊന്നുമില്ല. അമ്മയുടെ കഷായവും രഘുവിന്റെ ഇഷ്ടഭക്ഷണവും ഒക്കെ ഉണ്ടായി കൊടുക്കാൻ അവിടെ യമുനയും സുകന്യയും ഒക്കെ ഉണ്ട്. ഇദ്ദേഹം എന്റെ കാര്യം മാത്രം തൽക്കാലം നോക്കിയാൽ മതി. താൻ അമ്പലത്തിലേക്ക് പോണമെന്ന് പറഞ്ഞപ്പോ അന്ന് ഞാൻ എന്റെ തിരക്കുകളെല്ലാം മാറ്റിവെച്ചിട്ട് കൂടെ വന്നല്ലേ. അതെ, ഞാൻ വലിയൊരു സർപ്രൈസ് തന്നിട്ടും തന്റെ മുഖത്തൊന്നും ഒരു സന്തോഷമില്ലാത്ത. അങ്ങനൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ലെങ്കിൽ വലത് കാല് വെച്ച് ഐശ്വര്യമായിട്ട് അകത്തേക്ക് കയറിക്കും. നിലവിളക്ക് എന്ന് സ്വീകരിക്കാനും ആരതി ഒഴിയാനും ഇവിടെ ആരുമില്ല. തമ്പാ. ശ്രീലക്ഷ്മി, നിക്ക് നിക്ക് നിക്ക്. ഇത് വാങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഒന്ന് ഓർത്തു നോക്കിയേ, ഈ ദിവസത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോന്ന്? നമ്മളെ രണ്ടാളെയും സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു പ്രത്യേകത? മതി മതി മതി. താൻ ഇനി കൂടുതൽ ആലോചിച്ച് തലവുണ്ടാക്കണ്ട. ചിലപ്പോ കാര്യം അറിയുമ്പോ ഒരുപക്ഷെ തനിക്ക് നിസ്സാരമായിട്ട് തോന്നിയെന്ന് വരും. എന്നാ എന്റെ ജീവിതത്തിൽ വലിയൊരു സന്തോഷം തന്ന ദിവസമെന്ന്.
സത്യമായിട്ടും എനിക്ക് ഓർമ്മയില്ല സർ. ഏയ് അത് സാരമില്ല, ഞാൻ തന്നെ പറയാം. കഴിഞ്ഞ വർഷം ഈ ദിവസമാണ് ശ്രീലക്ഷ്മിയോട് രവിചന്ദ്രവർമ്മൻ ഇഷ്ടം തുറന്നു പറഞ്ഞതും ശ്രീലക്ഷ്മി രവിചന്ദ്രവർമ്മനോട് ഇഷ്ടം തിരിച്ചു പറഞ്ഞതും. ആനിവേഴ്സറി ഓഫ് ലവ്. നീയും ഞാനും ഒന്നായ ദിവസത്തിന്റെ ഓർമ്മയ്ക്ക്. പ്ലീസ്. ഓ, ഒരിക്കലും ഇതുപോലൊരു ദിവസം എനിക്ക് തിരികെ കിട്ടുമെന്ന് ഞാൻ കരുതിയതല്ല. സാർ എന്നോട് കാണിക്കുന്ന ഈ സ്നേഹത്തിന് പകരം തരാൻ എന്റെ ജീവിതം മാത്രമേ ഉള്ളൂ. പുണ്യമാണ്, കോടി പുണ്യം. ഒരിക്കലും എനിക്ക് തന്നെ സ്നേഹിച്ച് മതിയാവില്ല ശ്രീലക്ഷ്മി. സ്നേഹിച്ച് തൃപ്തിപ്പെടുത്താനും പറ്റില്ല. ഞാൻ എന്തൊക്കെ ചെയ്താൽ തനിക്ക് സന്തോഷമാവുന്ന ഇപ്പോഴും എനിക്ക് കൺഫ്യൂഷനാണ്. അതിന്ന് ഇതൊക്കെ ഉണ്ടാകുന്ന ഇതൊന്നും വേണമെന്നില്ല സർ. എനിക്ക് സാറിനെ സ്നേഹിക്കാനും സാറിന് എന്നെ സ്നേഹിക്കാനും ഒരു അലങ്കാരത്തിന്റെയും ഒരു പ്രത്യേക ദിവസത്തിന്റെ ആവശ്യമില്ല. ഇന്നും എപ്പോഴും സാറിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നാൽ മാത്രം മതി. എനിക്കിതിനൊക്കെ യോഗ്യത ഉണ്ടോന്ന് പോലും ഞാൻ ഇപ്പോഴും സംശയിക്കുന്നു. ഏയ്, യോഗ്യതയല്ല ശ്രീലക്ഷ്മി. ഞാൻ തനിക്ക് തന്നിരിക്കുന്നത് അവകാശമാണ്. എന്നെ സ്നേഹിക്കാനും നിയന്ത്രിക്കാനുള്ള അവകാശം. തന്നെ പിരിഞ്ഞ് ഒരു ജീവിതവും ലോകവും എനിക്കുണ്ടാവില്ല. നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും പ്രണയിക്കുന്ന രണ്ടുപേർ. പിന്നെ എങ്ങനെയുണ്ട് ഈ എളിയ കലാകാരന്റെ സർപ്രൈസ്? ചെറിയ സർപ്രൈസോ? ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സർപ്രൈസ് ആയത്. ഒരുപക്ഷെ എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ദിവസങ്ങളിൽ ഒരു ദിവസത്തിന്റെ തുടക്കം. അതാണ് ഇന്നെനിക്ക്. താങ്ക് യു ഫോർ യുവർ കോംപ്ലിമെന്റ്. വാ, നമുക്ക് ഈ ഗസ്റ്റ് ഹൗസ് മുഴുവൻ നടന്നു കാണാം. കമാ. ഞാൻ അകലം തോറും സാറിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് എന്നെ പലപ്പോഴും മനസ്സിലാക്കി തരുന്നുണ്ട്. സാറിന്റെ സന്തോഷം ഞാനായിട്ട് കളയുന്നത് ശരിയല്ല. രാഗസുധയെ വേഗം കണ്ടുപിടിച്ച് സത്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞ് എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാക്കി സാറിന്റെ ശ്രീലക്ഷ്മിയായി ജീവിക്കണമെന്നുള്ളതായിരുന്നു എന്റെ ആഗ്രഹം. സമയം കുറവാണെങ്കിലും സാറിനോടൊപ്പം ഇവിടെയുള്ള കുറച്ച് ദിവസങ്ങൾ ഓരോ നിമിഷവും എനിക്ക് വിലപ്പെട്ടതാ. അത് നഷ്ടപ്പെടുത്തിയ അതൊരു തീരാ നഷ്ടമായി മാറും എനിക്ക്. ഇനി കുറച്ചു ദിവസം സാറിൻ്റെത് മാത്രമായി എനിക്ക് ജീവിക്കണം. രവി സാറിൻ്റെ മാത്രം ശ്രീലക്ഷ്മി. രാഗസുധേ,
എന്താ രാഗസുതേ, എന്നെ നീ ഒരിക്കലും ഇവിടെ ഇപ്പൊ നീ പ്രതീക്ഷിച്ചില്ലല്ലേ? പ്രതികാരം ചെയ്യാമെന്ന് നിന്റെ മുഖത്ത് ഇപ്പൊ നിഴലിക്കുന്നത് പകയല്ല, ഭയമാണ്. നീ ഈ വീട്ടിലേക്കുള്ള വഴി തിരിഞ്ഞപ്പോഴേ ഞാൻ അറിഞ്ഞു. രവിയെ കൊല്ലാൻ തക്കം പാർത്ത് നടക്കുന്ന നീ ഏത് നിമിഷവും ഇവിടെ എത്തുമെന്നും എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ഗായത്രി അമ്മ ക്ഷേത്രത്തിലേക്ക് പോയതും രഘു സാറും രേഖ മേഡവും ഷോപ്പിങ്ങിന് പോയതും സെർവൻസിനെയും സെക്യൂരിറ്റീസിനെയും എല്ലാം ഞാൻ ഇവിടുന്ന് മാറ്റിയതും. ഈ പറഞ്ഞവരാരെ എനിക്ക് ആവശ്യമില്ല രാജാറാം. അതെനിക്കറിയാം. എന്തായാലും നീ അന്വേഷിച്ചു വന്നയാൾ ഇവിടെ ഇല്ല. രവിചന്ദ്രവർമ്മന്റെ സെക്യൂരിറ്റി ഓഫീസർ രാജാറാം അവരെയെല്ലാം സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഈ നാട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോ ഒരേ ഒരു മുഖം മാത്രമേ വീണ്ടും കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നുള്ളൂ. ആ ആഗ്രഹം നല്ല കാരമുള്ളിന് കോറിയിട്ടിട്ടുണ്ട്. ദാ ഇവിടെ നേരിൽ കാണുന്ന നിമിഷം അമാന്തമില്ലാതെ അവന്റെ തല അരിഞ്ഞിടും ഞാൻ. അതിനാ നീ ഉൾപ്പെടെ ഇത്രയും സന്നാഹമുള്ള അവന്റെ തന്നെ പാളയത്തിലേക്ക് ഈ രാഗസുധ വന്നത്. ആ ഒരു തീരുമാനത്തിൽ നിനക്ക് തെറ്റുപറ്റിപ്പോയി രാഗസുധ. നീ രവിയുടെ അടുത്തേക്ക് വന്നതല്ല, നിന്നെ ഇവിടേക്ക് ഞാൻ എത്തിച്ചതാ, മുന്നിൽ ഒരു തടസ്സവും ഇല്ലാതെ. വർമ്മൻ ബില്ല എന്ന ഈ വീടിന്റെ ഗേറ്റ് തുറന്നിട്ട് തന്ന് ഈ വീടിന്റെ മുക്കും മൂലയും വരെ കയറിച്ചത് നീ അന്വേഷിക്കട്ടെ എന്ന് കരുതി. കാരണം നീ ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടും പോകാൻ പോകുന്നില്ല. കാണുന്ന നിമിഷം നിന്നെ കൊന്നുകളയാൻ ഇരിക്കുമായിരുന്നു ഞാൻ. പക്ഷെ രവിയുടെ ഒറ്റ വാക്കിന്റെ പുറത്താണ് നിന്നെ എന്റെ മുന്നിൽ കിട്ടിയതും നീ ഇപ്പോഴും ജീവനോടെ നിൽക്കുന്നതും. അങ്ങനെ നിന്റെ ബോസിന്റെ സൗജന്യം എനിക്ക് വേണ്ടെങ്കിലോ? നിന്റെ ഈ ഗൺ പോയിന്റിന്റെ മുന്നിൽ നിന്ന് ധൈര്യപൂർവ്വം രാഗസുധ പറയുവാ, തെല്ലും ഭയത്തിന്റെ ഒരു കണിക പോലും ഇല്ലാതെ നിന്റെയോ നിന്റെ ബോസിന്റെയോ ഒരു തരത്തിലുള്ള സൗജന്യം എനിക്ക് വേണ്ട. അതിന്റെ ആവശ്യം എനിക്കില്ല. ഈ നിമിഷം നിനക്കെന്നെ ഷൂട്ട് ചെയ്യാം. ഞാനിപ്പോ നിൽക്കുന്നത് രവിവർമ്മന്റെ വീട്ടിലാ. വർഷങ്ങളായി എന്റെ ഉള്ളിലുള്ള പക എന്നെ ഇവിടെ എത്തിച്ചു, രവിവർമ്മന്റെ കിടപ്പ് മുറി വരെ. ഇനി എന്റെ ലക്ഷ്യത്തിലെത്താതെ ഞാൻ മരിച്ചു പോയാൽ തന്നെ ഒരു കുറ്റബോധം എനിക്കില്ല. കാരണം എന്റെ ചേച്ചിയോട് ദൈവം കാണിച്ച നീതി എന്നോടും ആവർത്തിക്കുന്നുവെന്ന് ഞാനങ്ങ് കരുതിക്കോളാം. അതുകൊണ്ട് വലിയ വാഗ്വാദങ്ങൾക്ക് നിൽക്കണ്ട രാജാറാം. നിന്റെ മുതലാളിയുടെ സമ്മതത്തിന് നിൽക്കണ്ട. ഇപ്പൊ വേണമെങ്കിലും നിനക്കെന്നെ കൊല്ലാം. സുഷി സർ, ലെഫ്റ്റ് ലെഫ്റ്റ് ലെഫ്റ്റ്. പതുക്കെ. റെഡി റെഡി ഫോർ ദ സർപ്രൈസ്. ഈശ്വര, അയ്യോ സത്യം പറയും, ഇനി എന്തൊക്കെയുണ്ട് ഇതുപോലെ സർപ്രൈസ്? ഇതെല്ലാം കൂടി കണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കണ്ണ് തള്ളാൻ വയ്യാത്തോണ്ട് ഞാൻ ചോദിക്കാം. അത്രമാത്രം ഒന്നുമില്ലടോ, ഇതുപോലെ ചെറിയ ചെറിയ പരിപാടികൾ, അത്രേ ഉള്ളൂ. പിന്നെ ഈ കേക്ക് മുറിക്കുന്നതിന് മുമ്പ് എനിക്ക് എന്ത് ഗിഫ്റ്റ് എത്താൻ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് പറയണം. കൊള്ളാം. പെട്ടെന്ന് എന്നോടൊരു ഗിഫ്റ്റ് തരാൻ പറഞ്ഞാ ഞാൻ എന്ത് തരാനാ പോകുന്നത്? ഒരു സൂചനയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഞാനും സാറിന് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ട് വന്നേനെ. ഞാൻ ചുമ്മാ പറഞ്ഞാലോ, എനിക്കെന്തിനാ വേറൊരു ഗിഫ്റ്റ്? എനിക്കുള്ള ഗിഫ്റ്റ് കിട്ടിയിട്ട് ഇന്നേക്ക് 1 വർഷം തികയല്ല. എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അക്ഷരാർത്ഥത്തിൽ ആ ഗിഫ്റ്റ് എന്റെ കൺമുന്നിൽ നിൽക്കല്ലേ.
ഒരു മിനിറ്റ് ശ്രീലക്ഷ്മി, an important call. ഞാൻ പറ. രാജാറാം. രവി, അനുവാദമില്ലാതെ ഒരാൾ വർമ്മൻ വില്ലയിലേക്ക് കയറി വന്നു. നിന്നെ കാണാനാ വന്നതെന്ന് പറഞ്ഞതുകൊണ്ട് നിന്നെ ഒന്ന് കാണിച്ചു കൊടുക്കാന്ന് കരുതി. നിനക്കും കാണാൻ ആഗ്രഹമുള്ള ആളാ. സ്നേഹം കുറച്ച് കൂടുതലായതുകൊണ്ട് ഞാൻ എങ്ങോട്ടും വിടാതെ ഇവിടെ ഗൺ പോയിന്റിൽ നിർത്തിയിട്ടുണ്ട്. കണ്ടോ? നോ രാജാറാം, മരണം നിന്റെ അവസാനമല്ല. രാഗസ്വതിയെ നീ കൊല്ലരുത്. വലിയ പ്രസംഗമൊന്നും വേണ്ട രവിവർമ്മൻ. കൊല്ലുന്നെങ്കിലാകാം. ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ നിനക്ക് ഇങ്ങനെ ഒരു സൗജന്യം ഞാൻ തരില്ല. എന്റെ ചേച്ചിയെ കൊന്നിട്ട് എന്റെയും ചേച്ചിയുടെ സ്വത്തുക്കൾ തട്ടിയെടുത്ത് നീ രാജാവിനെ പോലെ ജീവിക്കുമല്ലേ? നിനക്കൊരു കിരീടം വെച്ച് തരാനാ ഞാനിപ്പോ തിരിച്ചു വന്നിരിക്കുന്നത്. സ്വർണവും വജ്രവും കൊണ്ടുണ്ടാക്കി നീ എല്ലാവരെയും പറ്റിച്ചു നേടിയ കിരീടം അല്ല. നിന്റെ ജീവനില്ലാത്ത ശരീരത്തില് ഞാൻ വയ്ക്കാൻ പോകുന്നത് ഒരു മുൾക്കിരീടവാ. നിനക്ക് എന്താ രാഗസുധ വേണ്ടത്? സ്വത്തോ? എങ്കിൽ നീ പോയതിനു മുമ്പുള്ളതിന്റെ 100 ഇരട്ടിയുണ്ട് ഇപ്പോ. എല്ലാം നീ എടുത്തോ, എനിക്കൊന്നും വേണ്ട. ആർക്ക് വേണം നിന്റെ സ്വത്ത്? നിനക്ക് പിന്നെ എന്താ വേണ്ടത്? എന്റെ ചേച്ചി രാജനന്ദിനിയുടെ ജീവൻ. എന്താ തരാൻ പറ്റുമോ നിനക്ക്? രാഗസുധ, നിന്റെ തെറ്റിദ്ധാരണകൾ നമുക്ക് സംസാരിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. അല്ല, ഞാൻ ചോദിക്കുന്നത് നിനക്ക് തരാൻ പറ്റില്ല ഒരിക്കലും. അതുകൊണ്ട് എന്ത് വേണോന്ന് നീ എല്ലാവരോടും ചോദിക്കുന്ന പതിവ് ശൈലി എന്നോട് വേണ്ട. നിനക്കറിയാം തെറ്റ് നിന്റെ ഭാഗത്തും ന്യായം എന്റെ ഭാഗത്തും ആണെന്ന്. എന്റെ ചേച്ചിയെ പറഞ്ഞു പറ്റിച്ച് കൊന്നതുപോലെ എന്നെ പറഞ്ഞു പറ്റിക്കെന്ന് കരുതണ്ട നീ. അനുരഞ്ജന ഭാഷ ഞാനും നീയും തമ്മിലില്ല. എനിക്ക് വേണ്ടത് നിന്നെയാ, നിന്റെ ജീവൻ. ഇത്രയും നാളും എന്റെ പ്രാർത്ഥനയും കാത്തിരിപ്പും അതിനു വേണ്ടിയായിരുന്നു. നീ ആദ്യം പറഞ്ഞതുപോലെ മരണം ഒന്നിന്റെ അവസാനമല്ല. എന്റെ ചേച്ചിയുടെ മരണവും അതുപോലെ തന്നെയാ. അവസാനമല്ല, തുടക്കം. ഇപ്പൊ നീ കാണുന്ന ഈ രാഗസുധയിലേക്കുള്ള തുടക്കം. രാജാറാം, എടുത്തു ചാടി നീ ഒന്നും ചെയ്യരുത്. ജീവനോട് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് നീ അവളെ മാറ്റും ഇപ്പൊ തന്നെ.